അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിൽ ഇംഗ്ലീഷ് നാമം. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തരയും, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. അവരുടെ 3-ാം ഭാവത്തിൽ, അതായത് മീനം രാശിയിൽ ബുധനും ശനിയും കുജനും ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. പരിശ്രമങ്ങൾ പലതും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വിജയവും ഉണ്ടാവും. എന്നാൽ കുറച്ചൊരു ഈശ്വരാധീനക്കുറവ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ധനപരമായിട്ട് ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാവും. ചില പഴയ നഷ്ടങ്ങൾ നികത്താനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ടാവും. അത് അനുസരിച്ച് പോയാൽ നമുക്ക് പഴയ നഷ്ടങ്ങൾ പരിഹരിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ശരാശരി ആരോഗ്യം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റു രോഗങ്ങൾ ഒന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ച് കുറയുന്നതായിട്ടും കാണാവുന്നതാണ്. കുടുംബപരമായിട്ട് വലിയ തെറ്റൊന്നുമില്ല. അതുപോലെ സഹോദരന്മാരിൽ നിന്ന്, അകന്നു നിന്നിരുന്നതായിട്ടുള്ള സഹോദരന്മാരിൽ നിന്നും ഒക്കെ ചെറിയ സഹായങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനുകൂലമായിട്ടുള്ള ഭാവവും ഒക്കെ പ്രതീക്ഷിക്കാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ളുതിരി അഥവാ നീരാജനം നടത്തുന്നതുമൊക്കെ നല്ലതാണ്. ശനിയുടെ ക്ഷേത്രത്തിലോ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനിക്ക് വിശേഷമായിട്ടും ഒക്കെ ചില പൂജകളോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സ്വയമേവ ഈ പറയുന്ന നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും ഒക്കെ ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ നല്ലതാണ്.